ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഇഷ്ടം പോലെ ജ്യൂസൊക്കെ വീട്ടിലുണ്ടാക്കൂലേ, അതൊക്കെ ബാക്കി വന്നാൽ നിങ്ങൾ എന്താ ചെയ്യൽ? നിങ്ങൾ കളയാറാണോ? അപ്പോൾ ഇനി അത് കളയേണ്ട ആവശ്യമില്ല കേട്ടോ. എന്തായാലും നമുക്ക് ചൂടല്ലേ, അപ്പോൾ ഈ ചൂടിനൊരാശ്വാസം കിട്ടാനും ചെറിയൊരു ഐസ് നമുക്ക് കഴിച്ചൂടെ? അത് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വിശ്വാസത്തിൽ കഴിക്കട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ ബാക്കി വരുന്ന ജ്യൂസൊക്കെ ഇതുപോലെ ചെയ്യലുണ്ട്. അപ്പോൾ ഇത് പൈനാപ്പിൾ ജ്യൂസാണ്. അത് ബാക്കിയുള്ളത് ഞങ്ങൾ ഇങ്ങനെ സിപ്പപ്പിൻ്റെ കവർ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഉണ്ടാക്കണതാണ് കേട്ടോ. ഈ ചെറുതാ ഇത് ഞങ്ങൾ കഴിക്കുമ്പോൾ എങ്ങനെ കുട്ടികൾക്ക് കൊടുക്കാതൊക്കെ കഴിച്ചാൽ അവർക്ക് ജലദോഷം ഉറപ്പാണ്. അപ്പോൾ അതിനും വേണ്ടിയിട്ട് ചെറുത് ഉണ്ടാക്കി വെക്കണാണേ. അപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെ ബാക്കിയുള്ള ജ്യൂസെല്ലാം ഇതേപോലെ ഒരു കവറിൽ ഒഴിച്ച് വെക്കും. ഇനിയിപ്പോൾ നാരങ്ങ വെള്ളമാണെങ്കിലും ഞങ്ങൾ ഒഴിച്ച് വെക്കലുണ്ട്. അപ്പോൾ ആരും ഇനി നോമ്പിൻ്റെ പേരിൽ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് അത് കളയണ്ട. അത് ഇങ്ങനെ ഐസാക്കിയിട്ട് നമ്മളെ തറാവിക്ക് ശേഷമൊക്കെ നമ്മൾ ഉറങ്ങണതിൻ്റെ മുന്നൊക്കെ ചെറിയൊരു ഐസ് ചെറിയ തണുപ്പിൽ കഴിച്ചാൽ മതി. നമ്മൾക്ക് പിന്നെ നമ്മളാവശ്യത്തിന് ഇങ്ങനെ കഴിക്കാമല്ലോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. താങ്ക് യു.